ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സിവിൽ PSC ക്വസ്റ്റ്യൻ ബാങ്ക്. ഇന്ന് വന്നിട്ടുള്ളത് PSC സ്റ്റുഡൻസിൻ്റെ ഒരുപാട് PSC സ്റ്റുഡൻസിന് ഉള്ള ഡൗട്ട്സാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ PSC എക്സാം എഴുതി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്തൊക്കെയാണെന്നാണ് നമ്മളോട് ചോദിക്കുന്നത് ഓരോ സ്റ്റുഡൻസ്. അപ്പോൾ അതിൻ്റെ കറക്റ്റ് പ്രോസസ്സ് അറിയാത്ത ഒരുപാട് പേരുണ്ട്. എക്സാം എഴുതി നമ്മൾ വന്ന് വീട്ടിലിരിക്കുന്നു, അതിൻ്റെ ആൻസർ കീ നോക്കുന്നു എന്നല്ലാതെ ബാക്കി എന്താണ് അതിൻ്റെ അങ്ങോട്ടുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിലൊക്കെ ചിലപ്പോൾ ഷോർട്ട് ലിസ്റ്റിലൊക്കെ വന്ന ആൾക്കാർക്ക് ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും, ആ കാര്യങ്ങളൊന്നും അറിയാത്ത ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവരുടെ ഡൗട്ട് ക്ലിയർ ആക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ വീഡിയോയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. ഫസ്റ്റ് വന്നിട്ടുള്ളത് ആൻസർ ഷീറ്റ് കറക്ഷൻ്റെ റാങ്ക് ലിസ്റ്റ്. നമ്മൾ എഴുതിയിട്ടുള്ള OMR അല്ലെങ്കിൽ ഓൺലൈൻ എക്സാം അവർ ചെക്ക് ചെയ്യും, അതായത് കറക്ഷൻ നടത്തും. ശേഷം നമ്മുടെ ആൻസർ കീ അവർ പബ്ലിഷ് ചെയ്യും. അതാണ് പബ്ലിഷ് പ്രൊഫഷണൽ ആൻസർ കീ എന്ന് പറഞ്ഞിട്ടുള്ളത്. ശേഷം ഇഫ് ദർ ഈസ് എനി ഡൗട്ട് എബൌട്ട് ഇറ്റ് ദ കാൻഡിഡേറ്റ് ക്യാൻ ഫയൽ എ കംപ്ലൈൻറ്റ്. നമുക്ക് എന്തെങ്കിലും ആ ഒരു ആൻസർ കീ നോക്കി നമുക്ക് എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലൈൻറ്റ് ചെയ്യാം. അത് കഴിഞ്ഞതിന് ശേഷമാണ് ദ ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് വിൽ ബി പബ്ലിഷ്ഡ് വൺസ് ദ ഫൈനൽ കീ കൺഫേംഡ്. അതായത് ഫൈനൽ കീ വന്നതിന് ശേഷം ആണ് നമ്മുടെ ഷോർട്ട് ലിസ്റ്റും അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് എന്ന് പറയും, അത് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പം ആൻസർ ഷീറ്റ് കറക്ഷൻ നടത്തിയതിന് ശേഷം, അതായത് ആൻസർ ഷീറ്റ് കറക്ഷനിൽ വരുന്ന പോയിൻറ്റ്സാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആൻസർ ഷീറ്റ് കറക്ഷൻ നടത്തിയതിന് ശേഷം പിന്നീട് എന്താണ് ചെയ്യുന്നത്, ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുകയാണ് ചെയ്യുക. അപ്പോൾ രണ്ടാമത്തത് ഷോർട്ട് ലിസ്റ്റ് അല്ലെങ്കിൽ പ്രോബബിലിറ്റി ലിസ്റ്റ് എന്ന് പറയും. ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ എക്സാം മാർക്സ്, റിസർവേഷൻ റൂൾസ് അഥവാ SC ST OBC എക്സെട്ര. പിന്നെ കമ്മ്യൂണൽ റൊട്ടേഷൻ വിൽ ബി കൺസിഡേർഡ് ആൻഡ് കാൻഡിഡേറ്റ് വിൽ ബി പബ്ലിഷ്. അതായത് എക്സാം മാർക്കും റിസർവേഷനും കമ്മ്യൂണൽ റൊട്ടേഷനും കാര്യങ്ങളൊക്കെ നോക്കിയിട്ടായിരിക്കും ഷോർട്ട് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്നത്. പിന്നെ ഇഫ് ഓൺ ദി ലിസ്റ്റ് ദേ വിൽ ബി കോൾഡ് ഫോർ ദ നെക്സ്റ്റ് സ്റ്റേജ് എക്സാം ഓർ വെരിഫിക്കേഷൻ. അങ്ങനെ ഷോർട്ട് ലിസ്റ്റിൽ വന്ന ആൾക്കാരെ നെക്സ്റ്റ് സ്റ്റേജ് എക്സാം വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കുന്നതായിരിക്കും. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ ആയിരിക്കും. സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഷോർട്ട് ലിസ്റ്റഡ് കാൻഡിഡേറ്റ് വിൽ ബി കോൾഡ് PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ. അതായത് ഷോർട്ട് ലിസ്റ്റിൽ വന്നിട്ടുള്ള കാൻഡിഡേറ്റ്സിനെ PSC സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷന് വേണ്ടിയിട്ട് വിളിക്കും. അപ്പം നമ്മുടെ അക്കൗണ്ടിൽ നമ്മുടെ PSC പ്രൊഫൈലിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന സർട്ടിഫിക്കറ്റ്സ് കാര്യങ്ങളൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ അതാണ് 10th +2 ഡിഗ്രി സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ്, എക്സ്പീരിയൻസ് പ്രൂഫ്, ID പ്രൂഫ്, അതായത് ആവശ്യമുണ്ടെങ്കിൽ കേട്ടോ അതൊക്കെ അവർ പറയും. അതിനനുസരിച്ച് നമ്മൾ സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നടത്തേണ്ടി വരും. നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഓർ ഫിസിക്കൽ ടെസ്റ്റ് ഇഫ് ആപ്ലിക്കബിൾ എന്ന് കൊടുത്തിട്ടുണ്ട്. അതായത് നമ്മുടെ ഈ ഒരു സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് എന്ത് വരുന്നില്ല, ഈ പ്രാക്ടിക്കൽ ടെസ്റ്റ് വരുന്നില്ല. ഇഫ് ദ ജോബ് ഹാസ് എ ഫിസിക്കൽ ടെസ്റ്റ് ലൈക്ക് പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് എക്സെട്ര. അതായത് ഇപ്പം പറഞ്ഞിട്ടുള്ള, അതായത് പോലീസ്, ഫയർഫോഴ്സ്, എക്സൈസ് ഇതുപോലുള്ള ജോബ്സിന് വേണ്ടിയിട്ടാണ് നമ്മളോട് ഫിസിക്കൽ ടെസ്റ്റ് ചോദിക്കുന്നത്. അപ്പോൾ നമ്മുടെ സിവിൽ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസിന് എന്ത് വരുന്നില്ല, ഫിസിക്കൽ ടെസ്റ്റിൻ്റെ ആവശ്യം വരുന്നില്ല. ദർ ഈസ് നോ ഫിസിക്കൽ ടെസ്റ്റ് ഫോർ ജോബ്സ് ലൈക്ക് ഓവർസിയർ, എഞ്ചിനീയർ ആൻഡ് ക്ലർക്ക്. അപ്പം സിവിൽ എഞ്ചിനീയറിംഗ് അല്ലാത്ത മറ്റ് PSCക്ക് വേണ്ടി ശ്രമിക്കുന്ന ആൾക്കാർ ആപ്ലിക്കബിൾ ആണെങ്കിൽ മാത്രം ഈ ഒരു കാര്യങ്ങൾ ഫിസിക്കൽ ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം, ഫിസിക്കൽ അല്ലെങ്കിൽ പ്രാക്ടിക്കൽ. പിന്നെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് മെയിൻ റാങ്ക് ലിസ്റ്റാണ്. ആദ്യം തൊട്ട് മുന്നേ വന്നിട്ട് ഷോർട്ട് ലിസ്റ്റ് ആയിരുന്നു, നെക്സ്റ്റ് വരാൻ പോകുന്നത് മെയിൻ റാങ്ക് ലിസ്റ്റ്. ആഫ്റ്റർ വെരിഫിക്കേഷൻ ഫിസിക്കൽ PSC
പബ്ലിഷ്ഡ് മെയിൻ റാങ്ക് ലിസ്റ്റ്, അതായത് വെരിഫിക്കേഷന് ശേഷം PSC മെയിൻ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യും. അതിൻ്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് 1 to 3 years ആയിരിക്കും. പിന്നെ when a job vacancy arises you will receive an appointment letter from the rank list. അതായത് ഈ റാങ്ക് ലിസ്റ്റ് അനുസരിച്ച് നിങ്ങൾക്ക് എവിടെയെങ്കിലും ജോബ് വാക്കൻസി ഉണ്ടെങ്കിൽ അവിടുന്ന് അപ്പോയിൻമെൻറ്റ് ലെറ്റർ വരും. ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് അഡ്വൈസ് മെമ്മോ ആണ്. വെൻ എ വാക്കൻസി അറൈസസ് ഇൻ ദ ഡിപ്പാർട്ട്മെൻറ്റ് ദ PSC will issue an അഡ്വൈസ് മെമ്മോ. നേരത്തെ തൊട്ട് മുന്നേ പറഞ്ഞതുപോലെ തന്നെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് വാക്കൻസി ഉണ്ടെങ്കിൽ അവിടുന്ന് നിങ്ങൾക്ക് എന്ത് വരും, അഡ്വൈസ് മെമ്മോ വരും. പിന്നെ ഏഴാമത്തത് ലാസ്റ്റ് എന്ന് പറയുന്ന അപ്പോയിൻമെൻറ്റ് ഓർഡർ. അഡ്വൈസ് മെമ്മോ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസ്ഡ് ഓൺ ദാറ്റ് ദ അപ്പോയിൻമെൻറ്റ് ഓർഡർ വിൽ ബി കം ഫ്രം ദി ഡിപ്പാർട്ട്മെൻറ്റ്. അഡ്വൈസ് മെമ്മോ വന്നാൽ നിങ്ങൾക്ക് ആ ഏത് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നാണ് വാക്കൻസി ഉള്ളത് ആ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്പോയിൻമെൻറ്റ് ഓർഡർ നിങ്ങൾക്ക് വരും. ദ പ്രോസസ് വിൽ ബി കംപ്ലീറ്റഡ് വെൻ യു ജോയിൻ ഡ്യൂട്ടി ആസ് അപ്പോയിൻറ്റഡ്. ഈ ഒരു പ്രോസസ്സ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ ജോലിയിൽ നിങ്ങൾക്ക് അപ്പോയിൻറ്റ് ചെയ്യാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോലിയിൽ അപ്പോയിൻറ്റ് ചെയ്യുന്നത് വരെയുള്ള എന്തെന്ന് പറയുന്നത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഫസ്റ്റ് വന്നിട്ടുള്ളത് ആൻസർ ഷീറ്റ് കറക്ഷൻ റാങ്ക് ലിസ്റ്റ്, സെക്കൻഡ് ഷോർട്ട് ലിസ്റ്റ്, തേർഡ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ, ഫോർത്ത് പ്രാക്ടിക്കൽ ടെസ്റ്റ് ഓർ ഫിസിക്കൽ ടെസ്റ്റ്, ഫിഫ്ത്ത് മെയിൻ റാങ്ക് ലിസ്റ്റ്, സിക്സ്ത് അഡ്വൈസ് മെമ്മോ, സെവൻത്ത് അപ്പോയിൻമെൻറ്റ് ഓർഡർ. ഇത്രയും കാര്യങ്ങളാണ് ഒരു ജോബ് വരെ നമുക്ക് PSC ഇരുന്ന സമയം തൊട്ടൊരു ജോബ് വരെ നമ്മൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഇത് ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.